അസ്സലാമു അലൈക്കും. ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് ലഭിക്കാനുള്ള ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ്. നല്ല ശമ്പളമുള്ള ജോലി കിട്ടാനും ജോലിയിലും കച്ചവടത്തിലും ബർക്കത്ത് ഉണ്ടാകാനും കടങ്ങൾ ഇല്ലാതെ നല്ല സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാകാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അതിനെല്ലാം മഹാന്മാരായ പണ്ഡിതന്മാർ പല വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം നാം വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫലം നമ്മളിൽ കാണുന്നതാണ്. എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും അതിനെ എല്ലാം തരണം ചെയ്യാനുള്ള ഈമാൻ നമുക്കുണ്ടാകണം. ഈമാൻ വർദ്ധിക്കാൻ മഹാന്മാർ നമുക്ക് ദിക്റുകളും സലാത്തുകളും ദുആകളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും മഹത്വം നിറഞ്ഞ അത്ഭുത ഫലങ്ങൾ തരുന്ന 99 നാമമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ വഹാബ് യാ അല്ലാഹ് എന്ന ഇസ്മ് സാമ്പത്തികമായ വലിയ ഉയർച്ച നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ഇസ്മാണ്. മഹാന്മാർ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ യാ വഹാബ് യാ അല്ലാഹ് എന്ന ഇസ്മ് ഇശാ നിസ്കാര ശേഷം 14 പ്രാവശ്യം പതിവായി ചൊല്ലിയാൽ അവന് അള്ളാഹു ജനങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഐശ്വര്യം നൽകും. അന്തസ്സോടു കൂടി ജീവിക്കാൻ അവനിക്ക് സാധിക്കും. ആരോടും കൈനീട്ടേണ്ട ഒരവസ്ഥ അവനിക്ക് ഉണ്ടാകുകയില്ല. യാ വഹാബ് യാ അല്ലാഹ് എന്നാൽ വാരിക്കോരി തരുന്ന അള്ളാഹ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം അള്ളാഹു നൽകും, സമ്പത്ത് നൽകും. ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും യാ വഹാബ് യാ അല്ലാഹ് എന്ന ഇസ്മ ജീവിതത്തിൽ പകർത്തുക. അതോടൊപ്പം തന്നെ അസ്മാഉൽ ഹുസ്നയെ നിത്യമാക്കുക. അതിന് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട്, നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാനായിട്ട് നമുക്കൊരുമിച്ച് മുത്തുനബിയുടെ പേര് 100 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. 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 സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.